ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 175 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവിനെ തെരഞ്ഞെടുപ്പ്. ശൗൽ ഒന്നാമത്തെ രാജാവ്. അവൻ ബെന്യാമിൻ ഗോത്രത്തിൽ പെട്ടവനായിരുന്നു. കീശിന്റെ മകൻ, ഒരു സമ്പന്നനായ പിതാവ്. 1 ശമൂവേൽ 9:2. അവൻ കോമളനായ യൗവനക്കാരനായിരുന്നു. ഇസ്രായേലിൽ അവനെ പോലെ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അവൻ വളരെ വിനയത്വമുള്ളവനായിരുന്നു. 1 ശമൂവേൽ 9:21. ഞാൻ ഇസ്രായേൽ ഗോത്രത്തിൽ ഏറ്റവും ചെറിയവനെ എന്ന് പറഞ്ഞാൽ ബെന്യാമീൻ ഗോത്രമാണ് ഇസ്രായേൽ ഗോത്രത്തിൽ വെച്ച് ഏറ്റവും ചെറുത്. ഇത് നമുക്ക് ഒരു പാഠമാണ്. കാരണം പലരും അവരുടെ സ്ഥാനത്തെക്കാട്ടിലും വലിയ സ്ഥാനങ്ങൾ പറഞ്ഞ് ജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ശൗലിനെ നോക്കൂ. അവൻ പറഞ്ഞു, ഞാൻ ഏറ്റവും ചെറിയവനാകുന്നു. മോശെ വിളിച്ചപ്പോൾ താൻ ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചു. മോശ അവിടുത്തെ ഏറ്റവും പഠനത്തിൽ മുൻപന്തിയിലുള്ളവനായിരുന്നു. ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു. പുറപ്പാട് 4:10. ഞാൻ വാക്സാമർത്ഥ്യമില്ല, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ് എന്ന് പറഞ്ഞു. മോശയോട് ദൈവം പറഞ്ഞത്, നീ പോക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. മോശ വലിയൊരു മനുഷ്യനായിരുന്നിട്ടും അവന്റെ സ്ഥാനമാനങ്ങൾ പറയാതെ അവന്റെ കഴിവുകേടുകളാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് അധികം ഒന്നും 2-3 വാക്കേ പറയുള്ളൂ. ശൗലിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന അനന്യാസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്യാസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനന്യാസ് മാറാൻ നോക്കി. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അനന്യാസിനോട് പറഞ്ഞത്, നീ പോകുക. 9:15 അപ്പോസ്തല പ്രവൃത്തി. കഴിവുകേടുകൾ ദൈവത്തിനു മുമ്പിൽ പരസ്യമായിട്ട് പറയുന്നവരെ ദൈവം ഉപയോഗിക്കും. ശൗലും ശമൂവേലും തമ്മിലുള്ള കൂടിക്കാഴ്ച. 1 ശമൂവേൽ 9:1. കീശന്റെ കഴുതയെ കാണാതെ പോയി. ആ കഴുതയ ഒരു പ്രധാനപ്പെട്ട കഴുത ആയിരുന്നു. തൻ്റെ അപ്പൻ്റെ ഒരു വാഹന മൃഗം കൂടിയായിരുന്നു. അതെങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് അപ്പവും കുറച്ച് നാണയങ്ങളും ഒരു ഭൃത്യനെയും കൂട്ടി കഴുതയെ അന്വേഷിപ്പാൻ പുറപ്പെട്ടു. 3 ദിവസം കഴുതയ്ക്ക് വേണ്ടി പുറപ്പെട്ടെങ്കിലും കഴുതയെ കണ്ടില്ല. ഇതിനകത്തൊരു സന്ദേശമുണ്ട്. നമുക്ക് പലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നഷ്ടമായി പോയി, അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഇല്ല. പക്ഷെ ഒരു കാര്യം, ഇതിൻ്റെ പുറകിൽ, നഷ്ടത്തിൻ്റെ പുറകിൽ ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. സുവിശേഷ വേലയ്ക്കിറങ്ങി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ചിലപ്പോൾ സ്നാനപ്പെട്ടതിൻ്റെ പേരിലോ
വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിലോ നമുക്ക് പിതാക്കന്മാരുടെ വീതം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ചരിത്രമുണ്ട്. പക്ഷെ ആ നഷ്ടം അത് പിന്നത്തേതിൽ വലിയ ലാഭമായി തീർന്നിട്ടുമുണ്ട് എന്നും കൊണ്ടൊരു ദൂതെ ഞാൻ നിങ്ങളോട് പറയുന്നു. 3 ദിവസം അന്വേഷിച്ചിട്ടും കണ്ടില്ല. തിരിച്ചു പോകാൻ തീരുമാനിച്ചു. കാരണം അപ്പനിനെയും കഴുതയെ വിട്ടിട്ട് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നു വിചാരിച്ച് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഭൃത്യൻ ഒരു നല്ല ദൈവവിശ്വാസിയായിരുന്നു. ഭൃത്യൻ ഒരു കാര്യം പറയുന്നു, ഈ പട്ടണത്തിൽ ഒരു ദൈവ പുരുഷനുണ്ട്, നമ്മളത് വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പുരുഷനുണ്ടെന്ന് ഈ ഭൃത്യന് നന്നായിട്ടറിയാം. നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ, നാം വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുമ്പോൾ, നാട്ടുകാർ ഇങ്ങനെയുള്ളതായ നല്ല വാക്കുകളെ പറയാനായിട്ട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അവൻ പറയുന്നതെല്ലാം ഒത്തുവരും. അതാണ് ഒരു പ്രവാചകന്റെ ക്വാളിറ്റി. പറയുന്നത് ഒന്നിനും മാറ്റമില്ല. എന്തെല്ലാം പറഞ്ഞാലും അത് കറക്റ്റായിരിക്കും. ഇതാണ് ഒരു പ്രവാചകനെ പറ്റി മറ്റുള്ളവരുടെ അഭിപ്രായം. രണ്ടാമത്, അവൻ മാന്യനാണ്. 2 യോഗ്യത പറഞ്ഞിരിക്കുന്നത്. പറയുന്നതൊക്കെ ഒത്തുവരുന്നു, ഒരു മാന്യനാണ്. അനവധി ആളുകളുടെ ചിന്താഗതി പണമായിരിക്കാം മാന്യതയുടെ പ്രധാനപ്പെട്ട കാര്യം. അല്ല, നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഓരോ ചലനങ്ങളും നാട്ടുകാരൻ നമ്മെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നവരുണ്ട്. അവർ തന്നെ പറയും നമ്മളൊരു മാന്യരാണെന്ന്. നമ്മുടെ പെന്തക്കോസിന്റെ പ്രാരംഭ കാലയളവിൽ ആളുകൾ കൂട്ടം കൂട്ടമായി വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇറങ്ങി തിരിച്ചവർ പലരും മഹാപാപികളായിരുന്ന സ്ഥാനത്തു നിന്ന് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ പഴയ സ്വഭാവങ്ങൾ എല്ലാം കുഴിച്ചിടപ്പെട്ടു. സ്നാനപ്പെട്ടപ്പോൾ അവർ പുതിയ സൃഷ്ടിയായി നാട്ടുകാർക്കും വീട്ടുകാർക്കും മനസ്സിലായ കാലമായിരുന്നു നമ്മുടെ പെന്തക്കോസിന്റെ പ്രാരംഭകാലം. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ അതിനെപ്പറ്റി അത്രമാത്രം പറഞ്ഞ് ആ ഭാഗം വിടുന്നു. നമ്മുടെ പ്രസംഗമോ നമ്മുടെ ആരാധനയോ കണ്ടിട്ടല്ല ജനങ്ങൾ വരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക അവർക്ക് അംഗീകരിക്കാൻ പറ്റിയത് കൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ ക്ലാസ് നിർത്തുന്നു. തുടർന്നും ക്ലാസ് മുൻപോട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ഈ ക്ലാസ് മുഖേന അനേകരും നിത്യതയിൽ ചെല്ലണം, അനേകർ യേശുവിനെ അറിയണം. അടുത്തത്, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകണം. ഭാരതത്തിന് വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകണം. നിങ്ങളും അംഗങ്ങളാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.